പലർക്കും അറിയില്ല, ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ കൃത്യമായൊരു അതിർത്തിയില്ല. പാകിസ്ഥാനുമായി നമുക്ക് അതിർത്തിയുണ്ട്, ലൈൻ ഓഫ് കൺട്രോൾ LOC ഉണ്ട്. ചൈനയുമായിട്ട് പക്ഷേ ഉള്ളത് LOC അല്ലെ LAC ആണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇപ്പോൾ കൈവശം ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ നാളെ നമ്മൾ കുറച്ച് കെട്ടിപ്പിടിച്ചാൽ അതാണ്, അവർ കെട്ടിപ്പിടിച്ചാൽ അതാണ്. അപ്പോൾ സ്ഥിരമായി ഇന്ത്യക്കും ചൈനയ്ക്കും ഒരു അതിർത്തിയില്ല എന്നത് പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ഹുങ്കുള്ളവൻ കയ്യേറ്റം നടത്തിയാൽ അത് അവിടെയാണ് അതിർത്തി. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള LAC വഴി ചൈന ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ചൈന അധിനിവേശം നടത്തി പിടിച്ചെടുത്ത ടിബറ്റിലേക്ക്, ദലൈലാമയുടെ ആസ്ഥാനത്തേക്ക് എന്ന് പറയാം അല്ലേ. ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം, പലർക്കും അറിയില്ല ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ രാജ്യത്തേക്ക് ചൈന ഒരു പുതിയ റോഡുണ്ടാക്കുന്നു. എന്തായിരിക്കും ഇതിൻ്റെ ലക്ഷ്യം? ഇത് സിൻജിയാങ്ങിൽ നിന്ന്, സിൻജിയാങ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ മുസ്ലിങ്ങളെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, ഉയ്ഗൂർ. അപ്പോൾ സിൻജിയാങ്ങിൽ നിന്ന് ടിബറ്റിൻ്റെ തലസ്ഥാനമായ ലാസയിലേക്ക് ഈ മഞ്ഞുപാളികളുമൊക്കെ വീണ് കിടക്കുന്ന ഈ ഹിമാലയവും ഇങ്ങനത്തെ ഗ്ലേഷ്യർ, ഇതിൽ കൂടിയൊക്കെയാണ് ഈ റോഡ് പണിയുന്നത്. 5000 കിലോമീറ്റർ റോഡ് എന്ന് പറഞ്ഞാൽ ബൃഹത്തായൊരു പദ്ധതി ആണിത്. ഈ വർഷം പണി തുടങ്ങും. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് കമ്പനി ഉണ്ടാക്കി ചൈന. സിൻജിയാങ്ങിലെ ഹോത്തനിൽ നിന്ന് ലാസയിലേക്ക്, ഹോത്തൻ, അവിടെ നിന്ന് ലാസയ്ക്കാണ് ഈ റോഡെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൻജിയാങ് ടിബറ്റ് റെയിൽവേ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. റെയിൽവേ കമ്പനിയാണ് അല്ലേ? ഈ റെയിൽവേ കമ്പനി ഉണ്ടാക്കിയിട്ട് റെയിൽവേ കമ്പനിയാണ് റോഡ് നിർമ്മിക്കുന്നത്, പണിയുന്നത്. അപ്പോൾ 13.2 ബില്യൺ ഇപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ എമൗണ്ട് ആയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. 1.15 ലക്ഷം കോടി രൂപ. ഇത് തുടക്കം എന്നുള്ള നിലയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നു, 1 ലക്ഷം കോടി രൂപ. പക്ഷെ ഇനിയും ഇതിലേക്ക് കൂടുതൽ വേണ്ടി വരും. 5000 കിലോമീറ്റർ അല്ലേ? അപ്പോൾ 1800 കിലോമീറ്റർ സിച്വാനിൽ നിന്ന് ടിബറ്റിലേക്ക് തന്നെ മുടക്കേണ്ടി വരും. 45 ബില്യൺ എന്ന് പറയുമ്പോൾ 5 ലക്ഷം കോടി രൂപ. ഒരു ചെറിയ ഈ റോഡിലൂടെ എന്താണ് ചൈന ലക്ഷ്യം വെക്കുന്നത്? അവര് ലക്ഷ്യം ടിബറ്റ് ഇപ്പോൾ ഓൾറെഡി ചൈനയുടെ കയ്യിലാണ്. അപ്പൊ ടിബറ്റിലെ മൊത്തം സംവിധാനങ്ങളൊക്കെ ചൈനയുടെ കയ്യിലേക്കാണ്. പക്ഷെ ടിബറ്റ് അതിൻ്റെ ചൈനയിലേക്ക് ശരിക്കും ഇഴുകിച്ചേർന്ന് പോകണമല്ലോ. അതിനുള്ള സൗകര്യങ്ങൾ, കച്ചവട പാതകൾ, ഇതൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ LAC ഇതിന്റെ ഒരു ഭാഗം നമ്മുടെ LACക്ക് അടുത്തുകൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഭീഷണിയും ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ അതിർത്തിയിലേക്ക്, നമ്മുടെ കൈവശമുള്ള ഭൂമിയിലേക്ക് വളരെ എളുപ്പം എത്താൻ പറ്റും. വളരെ എളുപ്പം എത്താൻ പറ്റും എന്ന് പറയുമ്പോൾ ഈ പാത എന്ന് പറയുന്നത് സൈനിക നീക്കത്തിനും കൂടി സഹായിക്കുന്ന പാതയാണ്. 5000 കിലോമീറ്റർ പല ഭാഗത്തു നിന്ന്. ഈ സിൻജിയാങ്ങിൽ നിന്ന് ടിബറ്റ് ഹൈവേ, G219 ഹൈവേ എന്ന് പറഞ്ഞത് അക്സായ് ചിൻ വഴി നേരത്തെ ഒരെണ്ണം പണിതിട്ടുണ്ട്. അക്സായ് ചിൻ ആണല്ലോ 1962 ഫ്ലാഷ് പോയിന്റ് ആയിരുന്നു യുദ്ധത്തിലെ. അപ്പോൾ 4 ലൈനുകൾ കൂടി വരുന്നുണ്ട്, പുതിയ റെയിൽവേ ലൈനുകൾ. പടിഞ്ഞാറൻ ഭാഗത്തിനെ, അതായത് ചൈനയുടെ പടിഞ്ഞാറൻ ഭാഗത്തിനെ ക്വിങ്ഹായ്, സിച്വാൻ, യുന്നാൻ പ്രവിശ്യകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ക്വിങ്ഹായ് ടിബറ്റ് വരെയുള്ളത് പണി തീർന്നു. ടിബറ്റിൻ്റെ ഉള്ളിൽ ആകാശമാർഗം കണക്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തേക്കും വ്യോമ മേഖലകളും പാതകളും ഒക്കെ ഉണ്ട്, വിമാനങ്ങളുണ്ട് ടിബറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ ടിബറ്റിൻ്റെ ഉൾഭാഗം വെൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ പുറത്തു നിന്ന് ചൈനയുടെ ടിബറ്റിൻ്റെ പുറത്തു നിന്ന് ടിബറ്റിലേക്ക് ഉള്ള പാതകളാണ് ഈ ഒരുക്കുന്നത്. അപ്പോൾ ലാസയിൽ നിന്ന് അരുണാചൽ അതിർത്തി വരെ
ലാസ ടിബറ്റിൻ്റെ തലസ്ഥാനം. നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തി വരെ ഇപ്പോൾ ഹൈസ്പീഡ് റെയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടിബറ്റിൻ്റെ ഉള്ളിൽ വിമാനം, തീവണ്ടി ഇത് മുഴുവൻ കറക്റ്റാണ്. പക്ഷെ ടിബറ്റിനെ കണക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മോദി ചൈനയിലേക്ക് പോകുന്നുണ്ട് ഓഗസ്റ്റ് 31 SCO ഉച്ചകോടി. മോദിയും സിയും ബ്രിക്സ് ഉച്ചകോടി സമയത്ത് റഷ്യയിൽ വെച്ച് കാണുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ശരി തന്നെ. നമ്മളുമായിട്ട് ഇപ്പോൾ വിമാനങ്ങൾ വീണ്ടും ഗാൽവാന് ശേഷം ചൈനയും ഇന്ത്യയും തമ്മിൽ വിമാനങ്ങളോടെ ഓടാൻ പോകുന്നു. വിമാന സർവീസ് പുനരാരംഭിക്കാൻ പോകുന്നു. അപ്പോൾ ചൈനയുടെയും ഇന്ത്യയുടെയും ബന്ധം നന്നാകുന്നൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നു, മനപ്പായസം ഉണ്ണുന്നുണ്ട്. ആ സമയത്ത് ഈ 5000 കിലോമീറ്റർ റോഡിന്റെ വിവരം സൗത്ത് ചൈന അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട. കാരണം ടിബറ്റ് ഇപ്പോൾ അവർ പിടിച്ചെടുത്തു. ടിബറ്റിലേക്ക് അവർക്ക് ദൈനംദിന ഇടപെടലുകൾ ആവശ്യമുണ്ട്. അതിന്റെ റോഡ് വേണം. അങ്ങനെ കൂട്ടിയാൽ മതി. അങ്ങനെ കൂട്ടാം. അത് കൂടി കവചിത വാഹനങ്ങൾക്കും പോകാം. നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് തൃപ്തിയില്. നമുക്കാവാം, ചൈനക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ ലൈനിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അതെ അതെ. ഇപ്പൊ 170 ബില്യൺ ചെലവാക്കിയിട്ട് ബ്രഹ്മപുത്രയില് ഡാം പണിയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം, അരുണാചൽ പ്രദേശിന്റെ ഒക്കെ അപ്പുറം. പുതിയ പദ്ധതി ഇപ്പോൾ അവരുണ്ടാക്കുന്ന ഈ ലൈൻ ടൂറിസം, റിയൽ എസ്റ്റേറ്റ് ഒക്കെ ലാക്കാക്കുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ലാസ ഷിഗാറ്റ്സെ ലൈനിൽ ചേരുന്ന റെയിൽ പദ്ധതി ഉദ്ദേശിക്കുന്നുണ്ട്. ഹോത്തൻ മുതൽ ഷിഗാറ്റ്സെ വരെ 2000 കിലോമീറ്റർ ഇതിൽ സ്ട്രാറ്റജിക്കായ പാതയാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ പട്ടാളത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. നോർത്ത് വെസ്റ്റ്, അതായത് ചൈനയുടെ വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എലിവേഷൻ 4500 മീറ്റർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മറ്റേ ഹിമപാതകളും ഒക്കെ ഉണ്ടല്ലോ. കുൻലുൻ, കരക്കോരം, കൈലാസ്, ഹിമാലയ റേഞ്ച്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരും. ഈ പാത കൈലാസത്തിൽ പോകാനുള്ള എളുപ്പ വഴിയായി. നല്ല പാത. 2008 മുതൽ ഈ പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ചൈനയിൽ നിന്ന് പ്രത്യേക അനുവാദം മേടിച്ചിട്ടൊക്കെ അല്ലേ യാത്രകളും മാനസ സരോവരം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കൈലാസത്തിൽ പോയ ഒരാളുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ 2014 ശേഷം വലിയ തോതിൽ കൈലാസ യാത്രികർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചൈന വലിയ സൗകര്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദു തീർത്ഥാടകർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും ഈ ചൈനയായിട്ടുള്ള എല്ലാ സാധനവും വാങ്ങിക്കും. ഈ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റും ഒക്കെ. അവർ ഇന്ത്യ ചൈന എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. നമ്മളുമായിട്ടൊരു സൗഹൃദം മൂട്ടി. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1962 യുദ്ധത്തിൽ തോറ്റവർക്ക് എപ്പോഴും മുറിവ് മനസ്സിൽ കാണുമല്ലോ. നമ്മളവിടെ പോയിട്ട് 1962 യുദ്ധം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വിവരമില്ല. അവർ കേട്ടിട്ട് പോലും ഇല്ല ഇതൊന്നും. കേരളം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അറിഞ്ഞൂടാ. കേരളം പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMS എന്നൊന്നും പറഞ്ഞാൽ എന്തെന്ന് മാവോ പോലും ഇപ്പൊ ഒരു വിഷയമില്ല. പക്ഷേ ഈ പറയുന്നൊക്കെയാണ് അവിടെ സിലബസിലുള്ളത്. മാവോയെ പറ്റി ഒരുപാട് ചീത്തയും ഒക്കെ, സാംസ്കാരിക വിപ്ലവത്തിന്റെ കാലത്തിനെ പറ്റിയൊക്കെ കുറെ ചീത്തയും എഴുതാറുണ്ട് അവര് ഈ സിലബസിലും പാഠപുസ്തകങ്ങളിലും ഒക്കെ. എന്ന് വന്നപ്പോ തന്നെ മാവോയെ മറന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ ചേരണം എന്നുള്ളതുകൊണ്ട് അവരെപ്പോഴും നമ്മൾ എന്താണ് സിവിലൈസേഷണൽ കൺട്രീസ് എന്നൊക്കെ അവരുടെ ലേഖനങ്ങളിലൊക്കെ. അതെ, അല്ല നമ്മൾ പഴയ സിൽക്ക് റൂട്ട്, പിന്നെ ചൈനീസ് സഞ്ചാരികൾ, ഹുയാൻസാങ്ങിനെ പോലെ ആളുകൾ, ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ പഴയ കാലത്ത്, പൗരാണിക കാലത്ത് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. അതെ, വളരെ വലിയ സാംസ്കാരിക കൈമാറ്റങ്ങളും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ കമ്മ്യൂണിസവും ഒക്കെ വന്നതിന് ശേഷമാണ് ആ ബന്ധം വല്ലാണ്ട് വഷളായി പോയത്. ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള കുറെ ഡോക്ടർമാരും ഒക്കെ അവിടെ വളരെ അറിയപ്പെടുന്ന ആളുകളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആദരിക്കപ്പെടുന്ന ആളുകളൊക്കെ ആയിട്ട് ആ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അമേരിക്ക വഴിതിരിച്ചു വിട്ടത് 1971
പക്ഷെ പൊതുവെ 1962 യുദ്ധത്തിന് ശേഷം ഈ ഗാൽവാൻ അല്ലാതെ അവരൊരുപാട് കുത്തിത്തിരിപ്പുകളൊന്നും അങ്ങനെ കാണിക്കാറില്ല. 1965 വെറുതെ സിക്കിമിന്റെ അതിർത്തിയിലൊക്കെ വന്ന് ചെറിയ തോതിൽ പണിയാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ അല്ലാതെ അവർക്കൊരു ബന്ധം വേണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അവരെ വലിയ സംശയമുണ്ട്. 1962 നെഹ്റുവായിട്ടുണ്ടായ ഒരു അവിശ്വാസം ഇപ്പോഴത്തെ സർക്കാരും പേറും. നെഹ്റു ആണെങ്കിൽ ആ കാലത്ത് ഈ പഞ്ചശീല തത്വം, ഇന്ത്യ ചീനി ബായ് ബായ് എന്നൊക്കെ പറഞ്ഞ് നടന്നാണ്. 1962 നല്ല വിവരമില്ലാതെ പറ്റിയത്. അവിടെ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. മാവോയുടെ പൊസിഷൻ വല്ലാതെ ദുർബലമായി വരുന്നുണ്ടായിരുന്നു പാർട്ടിയിലെ. അവർക്ക് സർവൈവ് ചെയ്യാൻ ഒരു യുദ്ധം ഉണ്ടാക്കിയതാണ് അവര്. അതിനൊന്നും നമ്മൾ നിന്നു കൊടുക്കേണ്ടതില്ലായിരുന്നു. കാരണം കൊളംബോയിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, അവരെ ഇടിച്ച് തെറിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നെഹ്റു പറഞ്ഞു. ആ കുട്ടികൾക്ക് ഷൂസ് പോലും ഉണ്ടായിരുന്നില്ല യുദ്ധം ചെയ്യാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.